നാളെ രാജ്യതലസ്ഥാനം കേരളത്തിന്റെ ഐതിഹാസിക സമരത്തിന് വേദിയാകും. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി ദില്ലിയിലെത്തുന്നത്. കേരളത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്തെ പ്രതിപക്ഷം മിണ്ടാത്തതും കേരള സമൂഹം ചർച്ച ചെയ്യും. കേരള വിരുദ്ധ മനസ്സാണ് UDF-നെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. സച്ചിനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സച്ചിൻ, കേന്ദ്ര അവഗണന നേരിടുന്ന സംസ്ഥാനം കേരളം മാത്രമല്ല, BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ ഇത്തരം അവഗണന നേരിടുന്നുണ്ട്. എന്നാൽ കേന്ദ്രത്തിനെതിരെ ഇത്തരമൊരു പ്രതിഷേധം, ഇത്തരമൊരു സമരത്തിനൊരുങ്ങുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. നാളെയാണ് ദില്ലിയിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ സമരത്തിനായി എത്തുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങൾ? എപ്പോഴാണ് അവർ ദില്ലിയിലേക്ക് തിരിക്കുക? എന്തൊക്കെയാണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ? കേരളത്തിനെതിരെ കേന്ദ്രം വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കമുള്ള വലിയൊരു നേതൃനിര നാളെ സമരത്തിനെത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും കേരളത്തിൽ നാളെ അലയടിക്കും. കാരണം LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാളെ വൈകിട്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി LDF-ൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന്. മാത്രമല്ല, കേരളത്തിനെതിരെ കേന്ദ്രം അവഗണന തുടങ്ങിയിട്ട് മാസങ്ങളായി. സാമ്പത്തികപരമായിട്ടും വലിയ രീതിയിലുള്ള അവഗണനയാണ് കേരളത്തിനെതിരെ കേന്ദ്രം തുടരുന്നത്. അതായത് കേരളത്തിൻ്റെ വായ്പ, അതുപോലെ തന്നെ കടമെടുപ്പ് പരിധി, മറ്റ് ഗ്രാൻറ്റുകൾ എന്നിവ കേന്ദ്രം വെട്ടിക്കുറക്കുകയാണ്. BJP ഇതര സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന ഒരു കാഴ്ചയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിലുള്ള ദ്രോഹം കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളെയും കേന്ദ്രം ഇത്തരത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കേരളത്തിനൊപ്പം കേന്ദ്രത്തിനെതിരെ സമരത്തിന് തമിഴ്നാടും കർണാടകയും ദില്ലിയിൽ എത്തുന്നുണ്ട്. ഇന്നാണ് കർണാടകയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ കേന്ദ്രത്തിൻ്റെ ബജറ്റിലടക്കം വലിയ രീതിയിലുള്ള ദ്രോഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിന് അനുകൂലമായി യാതൊന്നും തന്നെ കേന്ദ്രത്തിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. വലിയ രീതിയിലുള്ള ദ്രോഹമാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ജനക്ഷേമകരമായ പെൻഷൻ വിതരണം അടക്കം പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 13-നാണ് കേന്ദ്രം സുപ്രീം കോടതി കേന്ദ്രത്തിനെതിരെയുള്ള ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ കേരളത്തിലെ ഭരണപക്ഷം പ്രമേയം കൊണ്ടുവന്നിരുന്നു. എന്നാൽ കേരളത്തിലെ UDF അതിനെതിരെ ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ അനാവശ്യമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കേരളത്തിനൊപ്പം നിൽക്കേണ്ട UDF ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സഭ ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് അന്നുണ്ടായത്. കേന്ദ്രത്തിനെതിരെ പ്രമേയം കൊണ്ടുവരുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണപക്ഷവും കൃത്യമായി പ്രതിപക്ഷത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്ന് നിഷേധാത്മക നിലപാടാണ് എടുത്തത്. നിയമസഭയിൽ കേരളത്തിലെ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയും വന്നിരുന്നു. ഈ ചർച്ച വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ആ ചർച്ചയെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു ചർച്ച കൊണ്ടുവന്നതിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു കേരള ഭരണപക്ഷത്തോടുള്ള യാതൊരു സമീപനം കേരളത്തിൽ UDF-ൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം കേന്ദ്രത്തിന് അനുകൂലമായിട്ട് BJP അനുകൂല നിലപാടാണ് ഈ UDF കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ മാത്രമല്ല, ഇത്തരത്തിൽ നിയമസഭയിൽ മാത്രമല്ല, കേരളത്തിൽ നിയമസഭയ്ക്ക് പുറത്തും കണ്ടതാണ്. കേന്ദ്രത്തിനെതിരെ കേരളത്തിലെ ഭരണപക്ഷം നടത്തിയ ഏറ്റവും വലിയൊരു ക്യാമ്പയിനായിരുന്നു നവകേരള സദസ്സ്. ഈ സദസ്സിൽ ഒന്നടങ്കം പറഞ്ഞത് കേരളത്തിനെതിരെ കേന്ദ്രം നടത്തുന്ന ജനദ്രോഹ നടപടികളാണ്. എന്നാൽ നവകേരള സദസ്സിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കേരള പൊതുസമൂഹം കണ്ടത്. UDF-ൻ്റെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾക്ക് പുറമെ കായികപരമായിട്ടും അക്രമം UDF അഴിച്ചുവിട്ടു. അത് യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള നേതാക്കളെ ഉപയോഗിച്ചാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്.
കേരളത്തിൽ എപ്പോഴും BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് കാണാൻ സാധിച്ചത്. കേരളത്തിൽ നിന്നുള്ള MPമാരടക്കം കേരളത്തിന് അനുകൂലമായിട്ട് ഇതുവരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റു പ്രസ്താവനകളോ നടത്തിയിട്ടില്ല. നേരെ മറിച്ച് കേരളത്തിലെ ശശി തരൂർ MP ശരി, സച്ചിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.